ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോമ്പോറ തന്നെയാണ് കേട്ടോ. നോമ്പോറ പക്ഷേ പള്ളിയിൽ പോയിട്ടല്ല, നമ്മൾ ജസ്റ്റ് ഔട്ടിംഗ് ആയിട്ട് ജസ്റ്റ് പുറത്തിരുന്ന് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് നോമ്പുറക്കുള്ള ഒരു പരിപാടിയാണെന്ന് പ്ലാൻ ചെയ്തേനെ കേട്ടോ. അപ്പോൾ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നോമ്പുറിക്കാൻ പോയാൽ തന്നെ അതേ ഫ്രണ്ട് തന്നെ കൂടെ ഉണ്ട്. അപ്പോൾ അവനെ പോയെന്ന് പിക്ക് ചെയ്യണം. അവനെ പിക്ക് ചെയ്തിട്ട് അവിടെ എവിടെയെങ്കിലും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ട് നോമ്പ് കുറിക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. വെഞ്ഞാറമൂട് അസ് യൂഷ്വൽ അതേ തിരക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഒരു കാര്യമായിട്ടുള്ള ഒരു കുറവില്ല, അതുപോലെ തന്നെ ബ്ലോക്കുണ്ട്. എങ്കിലും ഒരു വൈകുന്നേര സമയം കുറച്ചുകൂടെ ഇരുട്ടണം, അപ്പോൾ ഭയങ്കര തിരക്കാവും. അത്രത്തോളം ഇല്ല, എങ്കിലും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രണ്ടിനെ പോക്കി ഇനി നേരെ ഇവിടെ നിന്ന് കുളത്തൂപ്പുഴ പിടിക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. ആ റോഡ് നല്ല രസമാണ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഒരു വൈബ് കിട്ടുന്ന സ്ഥലം പുതറ സെറ്റ് ചെയ്യാനെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ അരിപ്പ് എന്ന് പറയുന്നൊരു സ്ഥലത്തേത് കേട്ടോ. നമ്മൾ കുളത്തൂപ്പുഴ പോണ വഴിയാണ്. ഇവിടെ മൊത്തം വനമാണ്, വനം ഏരിയയാണ് കേട്ടോ. വനം വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. തെന്മല ഇനി ഇവിടെ നിന്ന് 21 കിലോമീറ്റർ കാണിക്കണം കേട്ടോ. മൊത്തം വനമേഖലയാണ്. ഒരു ദിവസം രാവിലെ നമ്മൾ വെളുപ്പിന് മാമ്പഴത്തറ പോയത് ഈ ഒരു റൂട്ടാണ്. ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു റൂട്ട് പോകാനായിട്ട്. ഒരിക്കലും മടുക്കാത്തൊരു സ്ഥലമാണ് ഈ ഒരു റൂട്ടെന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ്. ഈ റോഡ് അടിപൊളിയാണ്. വെളുപ്പാങ്കാലത്തൊക്കെ ഈ റോഡ് ഓടിച്ചോണം, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് ഇതുവഴിയായിരുന്നു. അപ്പം ഈ ഒരു റൂട്ടിൽ കൂടെ എവിടെയെങ്കിലും നല്ലൊരു വൈബ് സ്ഥലം കാണുമ്പം അവിടെ നിർത്തിയിട്ട് നോമ്പ് കുറിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, അവന് പോണ വഴിക്ക് എവിടെ നിന്നെങ്കിലും വാങ്ങിക്കാം നമുക്ക്. ആഹാ, ബ്യൂട്ടിഫുൾ അളിയാ, ഒരു രക്ഷയില്ല. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ മരം മുറിച്ച് വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കും. ഫോറസ്റ്റിൻ്റെ കീഴിലാണ് കേട്ടോ മരം മുറിക്കുന്നത്. ലെറ്റ്സ് ഗോ. നല്ലൊരു മരമായിരുന്നു. അങ്ങനെ ദേഷ്യം വന്നല്ലോ, ദേഷ്യം വന്നു ഇവിടെ മാറ. അപ്പോൾ നമ്മൾ തെന്മല എത്താറായി. ഇതാണ് തെന്മലോട്ട് പോകുമ്പോഴുള്ള കാടെന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ റോഡും ഭയങ്കര രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ വരണം. മോർണിംഗ് റൂട്ട് ഇതുവഴി എക്സ്പീരിയൻസ് ചെയ്യണം. സൺറൈസ് ആയി വരുന്ന ടൈമിൽ ഇതുവഴി പോകണം. അടിപൊളിയാണ് കേട്ടോ. കുരങ്ങന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുരങ്ങന്മാർ ആട്ടുംകുട്ടികളൊക്കെ ഇതുവഴി ഇങ്ങനെ ഇറങ്ങണം. കാട്ടാടല്ല, നാടനാട് തന്നെ, പക്ഷെ കുരങ്ങനുണ്ടാകും കേട്ടോ. അടിപൊളി റൂട്ടാണ്, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ റൂട്ടാണ് ഇത്. വണ്ടി വഴിയിലായി രണ്ട് സൈഡും കാടും ഒക്കെയാണ്. നല്ല രസമല്ലേ, അടിപൊളിയാണ് കാണാനായിട്ട്. ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ട് അങ്ങേ അറ്റം വരെ പോകും. ഈ റോഡ് നേരെ തെന്മല, തെങ്കാശി, ചെങ്കോട്ട അങ്ങനെ പോകും കേട്ടോ. അങ്ങേ അറ്റം വരെ അടിപൊളിയാണ്. അടിപൊളിയല്ലേ റോഡ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ തെന്മല ഡാമിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ കയറിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാണ് നമ്മുടെ തെന്മല ഡാം. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് തെന്മല ഡാം. പിന്നെ അങ്ങോട്ട് കുറച്ച് ചുരമുണ്ട്. ചുരം കയറി പോയിട്ട് നമുക്ക് പിന്നെ ഇവിടെ കാണുന്നത് തെങ്കാശിയാണ്. ഇതൊക്കെ തെങ്കാശി കൊല്ലം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. ഇൻട്രസ്റ്റേറ്റ് ബസ്സുകളാണ് KSRTC. രാത്രി ഈ റൂട്ട് കൂടെ പോകുമ്പോഴത്തേക്കും ഈ KSRTC ഒരു ഭയങ്കര ആശ്വാസമാണ് കേട്ടോ കാണുമ്പോൾ. കളംകുന്ന് മൊത്തവും ഇതുപോലത്തെ ചുരമാണ് കേട്ടോ. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അവിടെ വന്നപ്പോൾ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു വൈബ് തോന്നുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് കുറിക്കാം. സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, സാധനങ്ങളെല്ലാം വാങ്ങിക്കണം, അത് വേറൊരു കാര്യം. ആണ് 13 കണ്ണറ പാലം. മൊത്തം ലോട്ടറി കടയടാ തന്നെയല്ലേ. അങ്ങനെ ബോർഡർ ചെക്ക് പോസ്റ്റ് ആയിട്ടുണ്ട്. മധുരൈ 190 കിലോമീറ്റർ, തെങ്കാശി 21 കിലോമീറ്റർ. അപ്പോൾ ഇതാണ് ബോർഡർ.
ബോർഡർ കഴിഞ്ഞ്. ഇനി അപ്പോൾ നമ്മൾ ഒഫീഷ്യലി നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഒഫീഷ്യലി തമിഴ്നാട് ബോർഡർ. അപ്പം നോമ്പ് പുറക്കാനായിട്ട് പ്രാന്തെടുത്ത് തമിഴ്നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സ്ഥലം പോലും കണ്ടുപിടിച്ചില്ല, തിന്നാനും ഒന്നും വാങ്ങിച്ചതുമില്ല നോമ്പ് പുറക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്ഥലം കാണുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവിടെ പോയിരുന്ന് നോമ്പ് പുറക്കാനുള്ള പരിപാടിയാണ്. വെറും വട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ ഇത് പള്ളിയിൽ പോയി നോമ്പ് പുറക്കാതെ നേരെ തമിഴ്നാട്ടിൽ വന്നിട്ട് നോമ്പ് പുറക്കാനുള്ള പരിപാടിയാണ്. വട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുരങ്ങന്മാർ ഓഹോ പപ്പടം ആവേ ഉള്ളൂ, ലോറി ചവിട്ടി കൊടുത്ത്. എൻ്റെ മോനെ നൈൻ്റെ മക്കളെ ഒതുങ്ങി പൊക്കൂടെ, മുതുക്ക് ലോറി പറഞ്ഞിട്ട് അതിൻ്റെ നടുക്കേറി ഇരിക്കുകയാണ്. കൊന്നാലും അവന്മാരെ കേസാവില്ലല്ലോ, അവന്മാർക്ക് നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട്. ആ ഇടിച്ച കേസാണ്, അതിൻ്റെ ധൈര്യമാണ്. അവൻ കിടന്ന് ഉറങ്ങണം മോനെ കേട്ടാ. വലിയ വണ്ടികളെല്ലാം ഓടിക്കാൻ പറ്റുന്ന പാടല്ലേ. ആ എല്ലാവരെയും കാണാമല്ലോ. ആൽമരത്തിൻ്റെ തൂക്കിയാണ് ബ്യൂട്ടിഫുൾ, കിടിലോ അല്ലേ. അതെ ഇവിടെ എല്ലാം ഉണ്ടോ, അവിടെ നിന്ന് വാങ്ങാടാ. അങ്ങനെ ഒരു ഫ്രൂട്ട്സ് കട ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് പോവാം. ആ നമുക്ക് പറ്റിയ ചെറിയ തണ്ണിമത്തം ഉണ്ടല്ലയാ. ഇതെന്നാ മുളക്കാട്ടൻ കിഴങ്ങ്, ഇത് സൂപ്പ് മാതിരി യൂസ് ചെയ്യുന്നതാണ്. ആ അതെ അതെ, ഒരു കിഴങ്ങെന്ന് പറയും, നമ്മളെ മരത്തിലൊക്കെ ഇതായിട്ട് വരുന്ന സാധനമാണ്. നമുക്ക് സൂപ്പ് പോലെ ഇട്ട് കുടിക്കാം. ഭയങ്കര നല്ലതെന്നാണ് പറയണത്. ആണേ ഒരു ചിന്ന തണ്ണിമത്തം കൊടുക്കണേ. ഏതോടെ കിട്ടറ, ഇത് മതിയാ? ഇത് വേണോ? ചെറുത് മതിയാ? ഇത് പോതുമാ? എന്നാ ഇതിൽ കല്ല് വെച്ചിരിക്കீங்களா? ഉള്ള കണമാർക്ക് ആ ഇതെടുങ്ക, അത് പോതും. ഇത് എന്നാ കളറുള്ള ഒന്ന് പോതും വെയിലിട്ടോ. അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് ഇനി വെള്ളം വാങ്ങണം. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല ലൊക്കേഷൻ പിടിക്കണം അല്ലേ. ഇനി നല്ലൊരു ലൊക്കേഷൻ പിടിക്കുക, അതിന് മുമ്പ് വെള്ളം വാങ്ങണം. അങ്ങനെ നമ്മൾ തെങ്കാശിയിലോട്ട് ഒഫീഷ്യലി കയറിയിട്ടുണ്ട്. ഈ തെങ്കാശി റോഡ് അടിപൊളിയാണ്, എപ്പോഴും വന്നാലും ഭയങ്കര രസമാണ് ഈ തെങ്കാശി റോഡെന്ന് പറയുന്നത്. ചുറ്റും മലയും സൈഡിൽ വയലും നല്ല രസമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മിക്കുള്ള സമയം ആ റൂട്ട് പിടിച്ച് ഇങ്ങനെ എപ്പോഴും തെങ്കാശി വരെ നമ്മളൊരു പതിവ് റൂട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഭയങ്കര രസമാണ് ആ പരിപാടി. എപ്പോഴും വരുന്നതാണ് കേട്ടോ. കർഷകർ റോഡിൽ കൂടെ പശു കൂടെ കൊണ്ടുപോകണം കേട്ടോ. പശു, പഴയ ട്രാക്ടർ, വയൽ, മല, കുന്ന്, ഭയങ്കര പ്രകൃതി. നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ തന്നെ ഉണ്ട് അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവണം. പഴയ ഗ്രാമം ഭയങ്കര രസമാണ്. തമിഴ്നാട് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. എത്ര അപ്ഡേറ്റഡ് ആയാലും അവർ ആ ഒരു പഴമ നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നല്ലൊരു സ്ഥലം നോക്കുക, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. നമ്മൾ മുമ്പ് വന്നിട്ടൊരു വയൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വയലിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക. മോനെ രക്ഷയില്ല കേട്ടാ, അടിപൊളി ഒരു സ്പോട്ട് കിട്ടി. മോനെ അങ്ങനെ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യട്ടോ. നല്ലൊരു സ്ഥലം കിട്ടി. ഓ മൈ ഗാഡ്, അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. കിണ്ണം കുറേ മയിലുണ്ട് കേട്ടോ വയലിൽ, ഇഷ്ടംപോലെ മയിലുണ്ട്. അങ്ങൊക്കെ പാടത്തൊക്കെ കുത്തിയിരിക്കുന്ന മയിലൊക്കെയാണ്. ഇവിടെ കാണാൻ പറ്റുമെന്തോ. അതായത് ഈ പോണത് മയിലാണ് കേട്ടോ. വേണ്ട, ആ പോണത് മയിലാണ്. മയിലുള്ള പാടം, ഇതാണ് മയിൽപ്പാടം. അങ്ങനെ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ മയിൽപ്പാടത്തിലാണ്. അപ്പം അങ്ങോട്ട് പോവാം കേട്ടോ. വയലിലോട്ട് ഇറങ്ങി വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും എല്ലാം പറയുമെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. അതാണ് ഇപ്പോഴും ഉള്ളതിലൊരു ഡൗട്ടായിട്ടുള്ളത്. പക്ഷേ തമിഴ്നാട്ടിലെ ആൾക്കാരെ വെച്ചിട്ട് മലയാളികളെ കണക്കല്ല, അവർ ഇച്ചിരി സ്നേഹമൊക്കെ ഉള്ള ആൾക്കാരാണ്. അത് വെച്ച് നോക്കുമ്പം കുഴപ്പമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങോട്ട് നമ്മൾ സ്ഥലം എവിടെയെങ്കിലും ഇരിക്കാനുള്ള സ്ഥലം സെറ്റ് ആക്കട്ടെ. അടിപൊളി സ്ഥലം കേട്ടോ, സൂപ്പർ ഒരു വയൽ. അടുത്ത് പള്ളി ഉണ്ടായിട്ടും എത്ര കിലോമീറ്റർ വരും? 60-70 കിലോമീറ്റർ വന്നില്ലേ നമ്മൾ? 70 കിലോമീറ്റർ വരെ തെങ്കാശിയിൽ വന്നിട്ട് തെങ്കാശിയിൽ ഒരു വയലിൽ ഇരുന്ന് നോമ്പ് കുറിക്കുന്നു. ഭ്രാന്ത് തന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. വയലിൻ്റെ ഒത്തുനടുക്ക്, തെങ്കാശിയിലെ വയലിൻ്റെ ഒത്തുനടുക്ക്. അവിടെ മെയിൻ ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ കൊണ്ടിരുന്ന വണ്ടികൾ പോകണത്. അപ്പോൾ അവിടെ ഒരു വയൽ കണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇതെല്ലാം അടിച്ചു പൊട്ടിക്കണം. തണ്ണിമത്തം മുറിക്കാൻ പിറ്റാത്തി ഒന്നും എടുത്തില്ല. അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നമായിട്ടിരിക്കുന്നത്. അതിന് എന്തൊരു ചെയ്യുമെന്ന് അറിയാൻ വയ്യ. നമുക്ക് അടിച്ചു പൊട്ടിക്കാടാ. അതേ നടക്കുള്ളൂ. പിന്നെ എല്ലാം കഴുകിയിട്ട് നമുക്ക് അടിച്ചു പൊട്ടിച്ച് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണാമേ. അപ്പോൾ കേട്ട് കാണും. അപ്പോൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നോമ്പ് മുറിക്കാൻ സമയം 6 നോക്കിയത് 6:41. ഇവിടെ ഒരു പള്ളി ഉണ്ടെന്ന്, അതിൻ്റെ പള്ളി നമ്മളെ പറ്റിച്ച്. ബാങ്കൊന്നും കേട്ടില്ല.
അപ്പോൾ വീട്ടിലോട്ട് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ ബാങ്ക് കേട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോമ്പ് മുറിക്കാം. ഈത്തപ്പഴം വാങ്ങിച്ചില്ല, അത് ഇച്ചിരി സങ്കടമായിപ്പോയി. വാ, അല്ലല്ല നീ വാ വാ കഴി, അതൊന്നും വിഷയമില്ല, അമ്മ കൊള്ളയൊന്നുമില്ല. എന്തൊരുമായിട്ട് നോമ്പ് വിളിച്ച് തുടങ്ങാം, ഇതിട്ട് തുടങ്ങാം. അവിടെ നമ്മളെ നാട്ടിലൊക്കെ ബാങ്ക് വിളി കേട്ട്, അതുകൊണ്ട് നമ്മളിവിടെ മുറിക്കാൻ പോവുകയാണ്. ഇവിടെ ബാങ്ക് നമ്മൾ കേട്ടില്ല ഓഫീഷ്യലി അല്ലേ? ഇല്ല, കുഴപ്പമില്ല, പടച്ചോൻ പുറക്കും. ഇപ്പോൾ ഇതാ ഈ വയലിൻ്റെ ഈ ഒരു മധ്യത്തിരുന്ന് നോമ്പ് മുറിക്കുന്നു. ഓക്കെ, അങ്ങനെയല്ലേ വേണം. മുന്നിരിക്കുന്ന അങ്ങനെ നോമ്പ് ഒഫീഷ്യലി നോമ്പ് മുറിച്ചിരിക്കുന്നു. തമ്മിൽ ഇടിച്ച് പൊളക്കാണ് ചെയ്ത. എങ്ങനെ തിന്നോടാ നമ്മൾ? അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയ ഫുഡ് ചാനൽ കണക്കാ അല്ലേ? കൊള്ളാം കേട്ടോ. ഈ ഒരു ആംബിയൻസിൽ ഇരുന്ന് നോമ്പ് കുറിക്കാൻ നല്ല രസമുണ്ട്. മുന്തിരി നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. പള്ളി നമ്മളെ പറ്റിച്ചെന്നാൽ പള്ളിയിൽ ഇപ്പോഴാണ് കേട്ടോ വാങ്ങി കേൾക്കണേ. ഇവിടുത്തെ പള്ളിയിൽ നമ്മൾ വിചാരിച്ച് പള്ളി നമ്മളെ ചതിച്ചെന്ന് അവിടെ വാങ്ങി കേൾക്കണേ ഉള്ളൂ. നമ്മളിവിടെ നോമ്പുറിച്ച് പടച്ചോമ്പർ കണ്ടു. കുഴപ്പമില്ല, നമ്മൾ നോമ്പുറിച്ച് പകുതിയായി. അപ്പോൾ നമ്മളെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് കേട്ടാ. നമ്മളെ തണ്ണിമത്തന് ഓറഞ്ചിൻ്റെത് പേപ്പർ മാത്രമേ എഴുതിയിട്ടുണ്ട്. അടുത്ത പ്ലാസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നോമ്പുറ കഴിഞ്ഞിട്ട് ഏകദേശം 7 മണി, അരമണിക്കൂർ ഇവിടെ തന്നെ കുത്തിയിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഹൈറായിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പള്ളിയിൽ ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ പള്ളിയിലോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് കഞ്ഞിയും കൂടെ കുടിക്കാം. ഇവിടുത്തെ പള്ളി നോമ്പ് തമിഴ്നാട്ടിലെ പള്ളിയിൽ നോമ്പ് കുറിച്ചതിന് ശേഷം എങ്ങനെയാണ്, ചോറുള്ള പള്ളിയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം.